ജിമ്മി കാർട്ടർ അന്തരിച്ചു. അദ്ദേഹത്തിന് 100 വയസ്സായിരുന്നു. പത്രങ്ങളിലൊക്കെ വാർത്തയുണ്ട്. പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ജിമ്മി കാർട്ടർ എന്ന് പേരുള്ള ഒരു അമേരിക്കൻ പ്രസിഡൻറ്റിനെ ഓർമ്മയുണ്ടായെന്ന് വരില്ല. കാരണം അദ്ദേഹം 1976 തെരഞ്ഞെടുപ്പ് ജയിച്ചത്. 77 സ്ഥാനമേറ്റത്. 81 വരെ ആ സ്ഥാനത്ത് തുടർന്നു. 80 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റുപോയി. പിന്നീട് പൊതുരംഗത്ത് വളരെ ഒന്നും സജീവമായിരുന്നില്ല. വളരെ കാലം ജീവിച്ചു. ഏറ്റവും അധികം കാലം ജീവിച്ച മുൻ അമേരിക്കൻ പ്രസിഡന്റ് എന്ന ആ ബഹുമതി അല്ലെങ്കിൽ ആ സ്ഥാനം ജിമ്മി കാർട്ടർക്കാണുള്ളത്. അദ്ദേഹത്തിന് 100 വയസ്സായിരുന്നു. 100 വയസ്സ് വരെ ജീവിച്ച ഏക അമേരിക്കൻ പ്രസിഡൻറ്റും അദ്ദേഹമായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം കാലയവനികയ്ക്ക് പിന്നിൽ മറഞ്ഞു. ഈ കാർട്ടറെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ ചില ഓർമ്മകളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഇത് കേൾക്കുന്നവരായിരിക്കും കാർട്ടർ ഞാൻ ഒരുമിച്ച് പഠിച്ചോ, ഞങ്ങൾ പരിചയക്കാരുമാണ്. അങ്ങനെയല്ല, കാർട്ടറെക്കുറിച്ച് എനിക്കുള്ള ഓർമ്മകൾ എന്ന് വിചാരിച്ചാൽ മതി. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കാർട്ടർ സാഹിബ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ജയിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ വലിയ വാശിയും വീറുമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. അമേരിക്കയുടെ അന്നത്തെ നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റ് ജെറാൾഡ് ഫോർഡായിരുന്നു. നിക്സൺ രാജിവെച്ചതിന് ശേഷം ഫോർഡ് അന്ന് വൈസ് പ്രസിഡൻ്റായിരുന്നു. വൈസ് പ്രസിഡൻറ്റ് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളാണ്. അങ്ങനെ നോമിനേറ്റഡ് വൈസ് പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോഴാണ് നിക്സൺ സാഹിബ് രാജിവെക്കുന്നത്. ആ സ്ഥാനത്തേക്ക് ഫോർഡ് തിരഞ്ഞെടുക്കപ്പെടുന്നു. അങ്ങനെ ഫോർഡ് പ്രസിഡൻ്റായിരുന്നുകൊണ്ട് മത്സരിക്കും. അദ്ദേഹത്തിൻ്റെ വളരെ ദുർബലനായ അല്ലെങ്കിൽ അധികം പേരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നില്ല ജിമ്മി കാർട്ടർ. അദ്ദേഹം ജോർജിയയിലെ ഗവർണറായിരുന്നു. അവിടെ ഇരുന്നുകൊണ്ടാണ് പുള്ളി ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്. അമേരിക്കയിൽ ആകമാനം അറിയപ്പെടുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ചില ഗുണങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. കറുത്ത വർഗ്ഗക്കാർ ഏറെക്കുറെ പൂർണ്ണമായിട്ട് പുള്ളിക്ക് വോട്ടിട്ടു. പിന്നെ സാധാരണക്കാർ, പാവങ്ങൾ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്നവരൊക്കെ മുഴുവൻ പിന്തുണയും കാർട്ടർക്ക് കിട്ടി. എന്നാൽ പോലും മത്സരം വളരെ കടുത്തതായിരുന്നു. നേരിയ വ്യത്യാസത്തിലാണ് ഇദ്ദേഹം ഇലക്ടറൽ കോളേജിൽ വിജയം നേടിയത്. പോപ്പുലർ വോട്ടിലും വലിയ മേൽക്കോയ്മയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായിട്ടും ഫോർഡിനെ പിന്തുണച്ചു. കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷവും ഇദ്ദേഹത്തെ പിന്തുണച്ചു, കാർട്ടറെ പിന്തുണച്ചു എന്നുള്ളതാണ് ഓർമ്മ. ജിമ്മി കാർട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ജോർജിയയിലെ ഒരു നിലക്കടല കൃഷിക്കാരനായിരുന്നു. കപ്പലണ്ടി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ഉൽപ്പന്നം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ താൽക്കാലികമായിട്ട് കപ്പലണ്ടിക്ക് ജിമ്മി കാർട്ടർ എന്നൊരു പേര് കിട്ടി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ഇദ്ദേഹം ഇന്ത്യയോട് പൊതുവെ ചായ്വുള്ളയാളായിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരെ പോലെ ആയിരുന്നില്ല. കെന്നഡിക്ക് ജോൺസന് ശേഷം അമേരിക്കയിൽ ഇന്ത്യയോട് ചായ്വുള്ള ഒരു പ്രസിഡന്റ് ജിമ്മി കാർട്ടറായിരുന്നു. ജിമ്മി കാർട്ടർ പ്രസിഡൻ്റായതിൻ്റെ പുറകെയാണ് ഇവിടെ ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ തോറ്റത്. ജനതാ പാർട്ടിയുടെ സർക്കാർ അധികാരത്തിൽ വന്നു. മൊറാർജി ദേശായി പ്രധാനമന്ത്രി. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തിനുണ്ടായ വമ്പിച്ച വിജയത്തെ സഹർഷം സ്വാഗതം ചെയ്തതാണ് ജിമ്മി കാർട്ടർ. ആ സമയത്ത് നമ്മുടെ സുപ്രസിദ്ധ ഭരണഘടനാ വിദഗ്ധനായിരുന്ന നാനി പൽക്കിവാലയെ ഇന്ത്യ ഗവൺമെൻറ് അമേരിക്കയിലെ അംബാസഡറായിട്ട് അയച്ചു. അദ്ദേഹം അമേരിക്കയിലെ അംബാസഡറായിട്ടിരിക്കുമ്പോഴാണ് ഈ ജിമ്മി കാർട്ടറുടെ അമ്മ, വന്യവയോധികയായി ലില്ലിയൻ കാർട്ടർ, അവർ പണ്ട് 60കളിൽ എന്തോ ഒരു സമാധാന സന്നദ്ധ സേനയുടെ പ്രവർത്തകയായിട്ട് ഇന്ത്യ രാജ്യത്ത് വരികയും ഇവിടെ കുറച്ചാൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഇവരുടെ കാലിൻ്റെ അളവെടുത്ത് കോലാപൂരി ചെരുപ്പ് വാങ്ങിക്കാൻ ഇദ്ദേഹം ഈ നാനി പൽക്കിവാല ലില്ലിയൻ കാർട്ടറെ കാല് പിടിച്ചു എന്ന് പറഞ്ഞൊരു വിവാദമുണ്ട്. കാലിൻ്റെ പടം വരച്ച് അളവെടുക്കാൻ വേണ്ടിയിട്ടാണ്. അംബാസഡർക്ക് അത് വേറെ ആരെങ്കിലും ചെയ്യിക്കാൻ. പക്ഷേ പൽക്കിവാല ഒരു അന്തസ്സുള്ള ആളായതുകൊണ്ട്, ലില്ലിയൻ കാർട്ടർ ഒരു വയോധികയായതുകൊണ്ടും അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ അമ്മയായതുകൊണ്ടും അദ്ദേഹം തന്നെ കാല് വെച്ച് അടയാളം എടുത്തു എന്നുള്ളതാണ് ചരിത്രം. അതുപോലെ തന്നെ കാർട്ടറുടെ കാലത്ത് ആണ് അമേരിക്കയുടെ ചിരകാല സുഹൃത്തായിരുന്ന ഇറാനിൽ വിദ്യാർത്ഥികളുടെ വിപ്ലവം നടത്തുന്നത്. അവിടെ അയത്തുള്ള ഖൊമീനിയുടെ ആളുകൾ അധികാരം പിടിച്ചെടുത്തു. അതോടുകൂടി ഇറാനിലെ ഷാ നാട് വിട്ടുപോകേണ്ടതായിട്ട് വന്നു. പിന്നെ ഇറാനിലെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭകർ അമേരിക്കൻ കോൺസുലേറ്റിലെ കുറേ ജീവനക്കാരെ തടവുപുള്ളികളായിട്ട് ബന്ദികളാക്കി വെച്ച് വില പേശുന്നത് സംഭവം. ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് കാർട്ടർ എന്തൊക്കെ ചെയ്തിട്ടും വിജയിക്കാൻ സാധിച്ചില്ല. പിന്നീട് അദ്ദേഹം ഈ എൻഡബെ മാതൃകയിൽ കമാൻഡോസിനെ അയച്ചു. ആ ദൗത്യം പരാജയപ്പെട്ടു. അത് കാർട്ടർക്ക് ഭയങ്കര ക്ഷീണമായി. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയത്. കാർട്ടറുടെ ഒരു ലോങ് ലാസ്റ്റിംഗ് വിക്ടറി എന്ന് പറയുന്നത് ഈജിപ്തിനെ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ക്യാമ്പ് ഡേവിഡ് കരാർ ഒപ്പിടുന്നതിൽ പ്രധാന പങ്ക് കാർട്ടറുടെ വഹിച്ചു. അതുകൊണ്ട് കാർട്ടർക്ക് സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം കിട്ടി എന്നുള്ളതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നു.
അങ്ങനെ 4 കൊല്ലം മാത്രം ഭരിച്ച അപൂർവ പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു കാർട്ടർ. ശരിക്കും പറഞ്ഞാൽ ഒരു പരാജയപ്പെട്ട പ്രസിഡന്റ് എന്ന് നമുക്ക് കാർട്ടറെ കുറിച്ച് പറയാം. ജോ ബൈഡൻ്റെ ഒരു മൂത്ത ചേട്ടനായിരുന്നു ജിമ്മി കാർട്ടർ എന്ന് പറഞ്ഞാൽ ഒട്ടും തെറ്റില്ല. എന്ന് വെച്ചാൽ ബൈഡനേക്കാൾ ഭേദമായിരുന്നു. പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ റൊണാൾഡ് റെയ്ഗനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ എതിരാളി. റെയ്ഗൻ്റെ വലിയ കരിസ്മയുണ്ടായിരുന്നു. പിന്നെ ഒരു സിനിമാ നടൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് വലിയ ഗ്ലാമർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു തമാശക്കാരൻ, ഒരു രസികൻ എന്ന രീതിയിൽ ആളുകൾക്ക് റെയ്ഗൻ സാഹിബിനെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് റെയ്ഗൻ ജയിച്ചു, കാർട്ടർ തോറ്റു. പിന്നെ കാർട്ടർ അങ്ങനെ വലിയ ലൈം ലൈറ്റിലൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പിന്നെ ശിഷ്ടകാലം മുഴുവനും മുൻ അമേരിക്കൻ പ്രസിഡന്റ് എന്ന ഒരു സ്ഥാനപ്പേരോടുകൂടി ഈ കാലം വരെ അത്രയും ജീവിച്ചു. ഇപ്പോൾ കാലയവനിലേക്ക് പിന്നിൽ മറഞ്ഞു. ഏതായാലും കാർട്ടറുടെ ദീപ്തമായ സ്മരണയ്ക്ക് മുന്നിൽ എൻ്റെ ആദരാഞ്ജലികൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.